Welcome, my dear students. Today, in this class, you are going to learn past adjustments. Before going to the topic, I like to remind you to subscribe the channel and to click the bell icon so that you will get the notifications whenever new videos are uploaded. If you need the notes related to this class, click the link which is displayed just below the video. If the link is not displayed, click the chapter heading. Then link will be displayed. After clicking the link, the notes will be displayed on the screen. To download the notes, click the download icon which is at the top right corner of the screen. Now, today's class is past adjustments. പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കുന്ന സമയത്ത് ഏതെങ്കിലും ഐറ്റംസ് എഴുതാൻ മറന്നു പോവുകയോ ഏതെങ്കിലും ഐറ്റത്തിൽ തെറ്റുകൾ സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത്തരം തെറ്റുകൾ എങ്ങനെ റെക്ടിഫൈ ചെയ്യാം, എങ്ങനെ കറക്റ്റ് ചെയ്യാം, ഈ വർഷത്തെ ബുക്സ് ഓഫ് അക്കൗണ്ടിലൂടെ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പഠിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി കഴിഞ്ഞ വർഷം സംഭവിച്ച എറേഴ്സ് ഈ വർഷം കണ്ടുപിടിക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ഒരു ചേഞ്ചസും വരുത്താൻ വേണ്ടി പറ്റില്ല. നമുക്ക് ഈ വർഷത്തെ ബുക്സ് ഓഫ് അക്കൗണ്ടിലൂടെ മാത്രമേ ആ ചേഞ്ചസ് അല്ലെങ്കിൽ ആ എറേഴ്സ് നമുക്ക് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെ റെക്ടിഫൈ ചെയ്യാം എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നെക്സ്റ്റ്, ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് മനസ്സിലാക്കിയ ശേഷം നമുക്ക് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റിൽ ഡെബിറ്റ് സൈഡിൽ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് ലോസ്, ക്ലോസിംഗ് ബാലൻസ്. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് ഓപ്പണിംഗ് ബാലൻസ്, അഡീഷണൽ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും വരുന്ന ഇത്തരം ഐറ്റംസ് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൃത്യമായി ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. Past adjustments. There may be some errors or omissions relating to capital accounts in a previous year which were already closed. In such cases, necessary adjustments can be made through the books of accounts of current year. These can be corrected either through profit and loss adjustment account or directly in the capital accounts of the concerned partners. ഒന്നുകിൽ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് വരച്ചുകൊണ്ട് നമുക്ക് ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പഠിച്ചത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ്. ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ്. അതല്ല എങ്കിൽ ഡയറക്റ്റായിട്ട് ഒരു എൻട്രി, ഫൈനൽ എൻട്രി എന്താണോ വരുന്നത് ആ എൻട്രി കണ്ടുപിടിച്ച് ക്യാപിറ്റൽ അക്കൗണ്ടിലൂടെ ആ മിസ്റ്റേക്ക് നമുക്ക് കറക്റ്റ് ചെയ്യാം ഒറ്റ ജേണൽ എൻട്രിയിലൂടെ. ഇതാണ് രണ്ട് രീതികളുള്ളത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ഇല്ലുസ്ട്രേഷൻ നമുക്ക് നോക്കാം. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ 2:1. Their opening capitals in the previous year were rupees 50,000 and rupees 40,000 respectively. At the time of preparing capital accounts of partners, interest on capital at the rate of 10% were omitted in the books of accounts. You are required to rectify the mistake. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട് വരക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10% കൊടുക്കണമായിരുന്നു. അത് കൊടുക്കാൻ വേണ്ടി വിട്ടുപോയി. ഇതാണ് മിസ്റ്റേക്ക്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ഈ വർഷം കൊടുക്കണം. അപ്പോൾ കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് ജേണൽ എൻട്രി പാസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന സമയത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണിക്കുക. അതുകൊണ്ട് തന്നെ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഡെബിറ്റ് ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. സോ ആദ്യത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് 5,000, ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് 4,000. അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ ലോസാണ് കിട്ടുന്നത്. ആ ലോസ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ ലോസ് ആയതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വരുന്ന ജേണൽ എൻട്രി എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 6,000, ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 3,000,
ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് 9,000. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ലോസ് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് കാണിക്കാം. അതിനുശേഷം പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ആദ്യം ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാണിക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലൊക്കെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡെബിറ്റ് സൈഡിലാണ് വരിക. അതുപോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക ക്യാപിറ്റൽ അക്കൗണ്ട്, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് എയുടെയും ബിയുടെയും. എയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 50,000 ആണ്. 50,000ൻ്റെ 10% 5,000. ബിയുടേത് 40,000ൻ്റെ 10% 4,000. ടോട്ടൽ 9,000 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കും. അപ്പോൾ ഈ 9,000 റുപ്പി ഡെബിറ്റ് സൈഡിൽ വന്നു, വേറെ ഐറ്റം ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലോസ് ആണ് വരുന്നത്. ഈ ലോസ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ക്യാപിറ്റൽ എയുടെയും ബിയുടെയും ഇൻ ദർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വിച്ച് ഈസ് 2:1. അപ്പോൾ എക്ക് വരുന്നത് 9,000 ഇൻറ്റു 2/3 6,000, ബിയുടേത് 9,000 ഇൻറ്റു 1/3 3,000. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. ഇതിനി ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൂടി പോസ്റ്റ് ചെയ്താൽ മതിയാവും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി ഇൻ ദി ക്യാപിറ്റൽ അക്കൗണ്ട്സ്. അതിന് നമ്മൾ ആദ്യം ഒരു ടേബിൾ വരക്കും. അപ്പോൾ ഫൈനൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണോ ആ ഫൈനൽ അഡ്ജസ്റ്റ്മെൻറ്റുള്ള ഒരു എൻട്രി മാത്രമേ ഇവിടെ പാസ് ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഈ ടേബിൾ വരക്കുമ്പോൾ എത്ര പാർട്ട്നേഴ്സാണോ ഉള്ളത് അത്രയും പാർട്ട്നേഴ്സിന് 2 കോളം വീതം പ്രൊവൈഡ് ചെയ്യാം. ഇവിടെ 2 പാർട്ട്നേഴ്സാണുള്ളത്. അപ്പോൾ ആദ്യം ഒരു പർട്ടിക്കുലേഴ്സ് കോളം വരയ്ക്കുക, പിന്നെ പാർട്ട്ണർ എക്ക് 2 കോളം, പാർട്ട്ണർ ബിക്ക് 2 കോളം, പിന്നെ ബിസിനസ്സിന് 1 കോളം. അപ്പോൾ പാർട്ട്ണർ എക്ക് 2 കോളം എന്ന് പറഞ്ഞു. ആ കോളം എന്ന് പറയുന്നത് 1 ഡെബിറ്റ് കോളം 2 ക്രെഡിറ്റ് കോളം. പാർട്ട്ണർ ബിക്കും അതുപോലെ 1 ഡെബിറ്റ് കോളം 1 ക്രെഡിറ്റ് കോളം. അപ്പോൾ ഈ ഡെബിറ്റ് കോളം ക്രെഡിറ്റ് കോളം എന്ന് പറയുന്നത് അതൊരു ക്യാപിറ്റൽ അക്കൗണ്ട് ആണെന്ന് അസ്യൂം ചെയ്യാം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ ഒന്നും ഇല്ലാത്ത എമൗണ്ട് കോളം മാത്രം വരച്ചിട്ടുള്ള എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടായിട്ട് അതിനെ അസ്യൂം ചെയ്യാം. ഫസ്റ്റ് കോളം ഡെബിറ്റ് കോളം, സെക്കൻഡ് ക്രെഡിറ്റ് കോളം. അതുപോലെ ബിയുടേതും ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് ആണെന്ന് അസ്യൂം ചെയ്യുക. വേറെ ബാക്കിയുള്ള പർട്ടിക്കുലേഴ്സ് കോളമൊന്നും ഇല്ല, എമൗണ്ട് കോളം മാത്രം, ഡെബിറ്റും ക്രെഡിറ്റും. ബിസിനസ്സിൻ്റേത് 1 കോളം മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണ് വരക്കുക നമുക്ക് നോക്കാം. ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുമ്പോൾ നമുക്കറിയാം ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് സൈഡിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരിക എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് സാധാരണയായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഐറ്റം 50,000 ഇൻറ്റു 10/100. എയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് എക്ക് കൊടുക്കേണ്ട എമൗണ്ടാണ് 5,000. അപ്പോൾ എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എയുടെ ക്രെഡിറ്റ് കോളത്തിൽ 5,000 കാണിക്കാം. ഇനി ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ 40,000 ഇൻറ്റു 10/100 4,000. അപ്പോൾ എക്ക് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കഴിഞ്ഞ വർഷം കൊടുത്തിട്ടില്ല, ആ 5,000 രൂപ കൊടുക്കുന്നു, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നു. ബിക്ക് കഴിഞ്ഞ വർഷത്തെ കൊടുക്കാനുണ്ടായിരുന്ന 4,000 റുപ്പി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇപ്പോഴും കൊടുക്കുന്നു. അപ്പോൾ എക്കും ബിക്കും ചേർന്ന് 9,000 റുപ്പി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിന് അത്രയും നഷ്ടം ഉണ്ടായി എന്നർത്ഥം. ഈ വർഷം നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത്, അപ്പോൾ ഈ വർഷം നമുക്ക് അത്രയും നഷ്ടം ഉണ്ടായി. അപ്പോൾ ഫേമിൻ്റെ കോളത്തിൽ -9,000 കാണിക്കാം. ഇനി വേറെ മിസ്റ്റേക്കുകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ബിസിനസ്സിന് ലാഭം ഉണ്ടായാലും നഷ്ടം ഉണ്ടായാലും അത് ബിസിനസ് പാർട്ട്നേഴ്സ് തന്നെയാണ് വഹിക്കേണ്ടത്. ഇപ്പോൾ 9,000 റുപ്പീസ് ഇവിടെ ബിസിനസ്സിന് നഷ്ടമുണ്ടായി, അവർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്ത വക. ആ നഷ്ടം പാർട്ട്നേഴ്സിന് വീണ്ടും ഡിവൈഡ് ചെയ്യുക. 2:1 ആണ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ എയുടെ ലോസ് എന്ന് പറയുന്നത് 9,000 ഇൻറ്റു 2/3 6,000 റുപ്പി. നമുക്കറിയാം ഷെയർ ഓഫ് ലോസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ്. അപ്പം എയുടെ ഡെബിറ്റ് കോളത്തിൽ എഴുതുക 6,000. ബിയുടെ വരുന്നത് 9,000 ഇൻറ്റു 1/3. ബിയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഷെയർ ഓഫ് ലോസ് എന്ന് പറയുന്നത് ഡെബിറ്റിലാണ് വരേണ്ടത്. അപ്പോൾ ഡെബിറ്റിൽ കാണിക്കുക 3,000. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യാം. എയുടെ ഡെബിറ്റും ക്രെഡിറ്റും ടോട്ടൽ ചെയ്യാം. എയുടെ ഡെബിറ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ 6,000, ക്രെഡിറ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ 5,000. അപ്പോൾ കൂടുതലായിട്ട് വരുന്നത് ഡെബിറ്റിലാണ് 1,000 റുപ്പി, അത് താഴെ കാണിക്കുക. കൂടുതൽ വരുന്നത് എവിടെയാണോ അവിടെ കാണിക്കുക. ഇനി ബിയുടേതും ടോട്ടൽ ചെയ്യുക. ഡെബിറ്റിൽ വരുന്നത് 3,000, ക്രെഡിറ്റിൽ വരുന്നത് 4,000. അപ്പോൾ കൂടുതൽ വരുന്നത് ക്രെഡിറ്റിലാണ്. അപ്പോൾ ക്രെഡിറ്റിൽ അതിന് നേരെ താഴെ എഴുതുക 1,000. അപ്പോൾ എയുടെ ഡെബിറ്റിൽ 1,000 കൂടുതൽ വരുന്നുണ്ട്, ബിയുടെ ക്രെഡിറ്റിൽ 1,000 കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ ജേർണൽ എൻട്രി എഴുതുമ്പോൾ എ അക്കൗണ്ട് ഡെറ്റർ, എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ, എയുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റിലാണ് 1,000 കൂടുതൽ വന്നത്. അതുകൊണ്ട് തന്നെ എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 1,000 ടു ബീസ് ക്യാപിറ്റൽ 1,000. ഇതാണ് ഫൈനലായിട്ട് എഴുതേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി എന്ന് പറയുന്നത്.
ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിക്കാം. ഈ രണ്ടാമത് പറഞ്ഞ മെത്തേഡായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. ഒറ്റ ജേണൽ എൻട്രി മാത്രമേ എഴുതേണ്ടതായിട്ടുള്ളൂ. മിക്കവാറും ഫൈനൽ ജേണൽ എൻട്രി ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം ക്വസ്റ്റ്യനിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A and B are partners in a firm sharing profits in 2:1. Their opening capitals in the previous year were 50,000 and 40,000 respectively. At the time of preparing capital accounts of partners, interest on capitals were provided at the rate of 8% instead of 10%. You are required to rectify the mistake by giving a journal entry. അപ്പോൾ ഇവിടെ പറയുന്നത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ 8% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് കഴിഞ്ഞ വർഷം കൊടുത്തത്. പക്ഷേ കൊടുക്കേണ്ടിയിരുന്നത് 10%. അപ്പോൾ 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട സ്ഥലത്ത് കൊടുത്തത് 8% മാത്രമാണ്. ദാറ്റ് മീൻസ് 2% ഇനിയും കൊടുക്കാൻ ബാക്കിയുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഈ പാർട്ട്നേഴ്സിന് 2% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇനിയും കൊടുക്കാൻ ബാക്കിയുണ്ട് എന്ന് പറയുമ്പോൾ അതിപ്പോൾ കൊടുത്താൽ പ്രശ്നം തീർന്നു. ടേബിൾ ഷോയിങ് അഡ്ജസ്റ്റ്മെൻറ്റിൽ നേരത്തെ വരച്ചതുപോലെ പർട്ടിക്കുലേഴ്സ് കോളം എ എന്ന് പറയുന്നിടക്ക് ഡെബിറ്റും ക്രെഡിറ്റും ഓരോ കോളം വീതം കൊടുക്കുക. ബിക്കും ഡെബിറ്റും ക്രെഡിറ്റും ക്യാപിറ്റൽ അക്കൗണ്ട് പോലെ അസ്യൂം ചെയ്യാം. പിന്നെ ബിസിനസ്സിന് ഒരു കോളം. അപ്പോൾ 2% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എ 50,000 to 2/100 1,000 എയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ രേഖപ്പെടുത്തുക 1,000. അപ്പോൾ ബിയുടേത് 40,000 to 2/100 800 അതും ക്രെഡിറ്റിൽ രേഖപ്പെടുത്തുക 800. അപ്പോൾ 1,800 എക്കും ബിക്കും ആയിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് ബാലൻസ് വന്ന് 2% കൊടുത്തു. അപ്പോൾ ആ കൊടുക്കുമ്പോൾ ബിസിനസ്സിന് ഇപ്പം നഷ്ടം ഉണ്ടായി 1,800 രൂപ. ഈ 1,800 രൂപ നഷ്ടം പാർട്ട്നേഴ്സിന് വീണ്ടും ഡിവൈഡ് ചെയ്യാം. കാരണം ലാഭം ഉണ്ടായാലും നഷ്ടം ഉണ്ടായാലും അത് പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഷെയർ ഓഫ് ലോസ് എന്ന് പറഞ്ഞിട്ട് എക്ക് വരുന്നത് 1,800 into 2/3. ദാറ്റ് ഈസ് 1,200. ഷെയർ ഓഫ് ലോസ് ആണ്. ആ ലോസ് ഡെബിറ്റ് സൈഡിൽ കാണിക്കുക 1,200. ബിക്ക് കൊടുക്കുക 1,800 into 1/3. ദാറ്റ് ഈസ് 600 രൂപ. 1,800 ലോസ് മേക്കപ്പായി. പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യാം. അപ്പോൾ എയുടെ ഡെബിറ്റ് ടോട്ടൽ വരുന്നത് 1,200, ക്രെഡിറ്റ് ടോട്ടൽ വരുന്നത് 1,000. അപ്പോൾ കൂടുതലായിട്ട് വരുന്നത് എയുടെ ഡെബിറ്റിലാണ് 200 രൂപ. അത് എയുടെ ഡെബിറ്റ് കോളത്തിന് താഴെ എഴുതുക 200 രൂപ. ഇനി ബിയുടേത് ഡെബിറ്റ് 600, ക്രെഡിറ്റ് 800. അപ്പോൾ അവിടെ കൂടുതലായിട്ട് വരുന്നത് ക്രെഡിറ്റിലാണ് 200 രൂപ. അപ്പോൾ ക്രെഡിറ്റ് കോളത്തിൻ്റെ താഴെ എഴുതുക 200. ഇനി ജേണൽ എൻട്രിയിലേക്ക് പോകാം. ഡെബിറ്റ് കൂടുതലായിട്ട് വരുന്നത് എക്കാണ്. അപ്പോൾ ജേണൽ എൻട്രി എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റ 200, പിന്നെ ബിയുടെ ക്യാപിറ്റൽ ക്രെഡിറ്റാണ് കൂടുതൽ, അതുകൊണ്ട് തന്നെ ടു ബീസ് ക്യാപിറ്റൽ 200. ഇതാണ് ഫൈനലായിട്ട് വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രി. എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡേറ്റ 200 ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 200. ഇനി അടുത്തത് തേർഡ് ഇല്ലുസ്ട്രേഷൻ. A and B are partners in a firm sharing profits in 2:1. Their opening capitals in the previous year were 50,000 and 40,000 respectively. At the time of preparing capital accounts of partners, interest on capitals were provided at the rate of 10% instead of 9%. You are required to rectify the mistake by giving a single journal entry. അപ്പോൾ കഴിഞ്ഞ വർഷം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ട്, 10% കൊടുത്തത്. പക്ഷെ കൊടുക്കേണ്ടിയിരുന്നത് 9%. അപ്പോൾ 9% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട സ്ഥലത്ത് 10% കൊടുത്തു എന്ന് പറഞ്ഞാൽ 1% എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം പാർട്ട്നേഴ്സിന്. അപ്പോൾ എക്സ്ട്രാ കൊടുത്ത ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് നിന്ന് തിരിച്ചു വാങ്ങിക്കണം. പാർട്ട്നേഴ്സിന് 9% മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ, പക്ഷേ 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കഴിഞ്ഞ വർഷം കൊടുത്തു. ദാറ്റ് മീൻസ് 1% എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത 1% എക്സ്ട്രാ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് തിരിച്ചു വാങ്ങിക്കുകയാണ് വേണ്ടത്. അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് കാണിക്കേണ്ടത്. നമുക്ക് നോക്കാം. ടേബിൾ ഷോയിങ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ. ആദ്യം പർട്ടിക്കുലേഴ്സ് കോളം കാണിക്കുക. എക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് 2 കോളം, ബിക്കും ഡെബിറ്റ് ക്രെഡിറ്റ് 2 കോളം, ബിസിനസ്സിന് ഫേമിന് 1 കോളം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 50,000 1%. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന സമയത്ത് ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. അപ്പോൾ പാർട്ട്നേഴ്സിന് എടുക്കുന്ന തിരിച്ച് ഇങ്ങോട്ടേക്ക് വാങ്ങിക്കുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. എക്സ്ട്രാ കൊടുത്തുപോയി. ആ എക്സ്ട്രാ കൊടുത്ത 1% പാർട്ട്നേഴ്സിന് എടുക്കുന്ന തിരിച്ചു വാങ്ങിക്കുന്നു. അപ്പോൾ തിരിച്ചു വാങ്ങിക്കുമ്പോൾ 50,000 to 1/100 500 rupees എയുടെ ഡെബിറ്റ് കോളത്തിൽ കാണിക്കുക.
അതുപോലെ ബിക്ക് 40,000 ഇൻറ്റു 1/100 400 ഡെബിറ്റ് കോളത്തിൽ കാണിക്കാം. അപ്പോൾ ടോട്ടൽ 900 റുപ്പീസ് ബിസിനസ്സിന് ലാഭമാണ്. അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അത് ബിസിനസ്സിന് കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ ഇൻകം അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ലാഭമായിട്ട് 900 റുപ്പീസ് വന്നു. ആ ലാഭം വീണ്ടും പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ പാർട്ട്നേഴ്സിന് തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പാർട്ട്നേഴ്സിന് തന്നെ ആ ലാഭം ഡിവൈഡ് ചെയ്യുമ്പോൾ എയുടേത് 900 ഇൻറ്റു 2/3 600 റുപ്പി. ലാഭം എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഐറ്റമാണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ 600 കാണിക്കുക. ബിയുടേത് 900 ഇൻറ്റു 1/3 300 900 റുപ്പി ലാഭം പോയി. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് ടോട്ടൽ ചെയ്യുക. എയുടെ ഡെബിറ്റ് 500 ക്രെഡിറ്റ് 600. അപ്പോൾ ക്രെഡിറ്റിലാണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റിന് താഴെ 100 കൂടുതൽ വരുന്നത് അവിടെ കാണിക്കുക. 500 നിന്ന് 100 രൂപയാണ് കൂടുതലായിട്ട് ക്രെഡിറ്റിൽ വരുന്നത്. ഇനി ബിയുടേത് 400ഉം 300ആണ്. അപ്പോൾ ഡെബിറ്റിലാണ് 100 രൂപ കൂടുതലായിട്ട് വരുന്നത്. ആ 100 രൂപ കൂടുതലായിട്ട് വരുന്ന 100 രൂപ ഡെബിറ്റിൽ കാണിക്കുക. ഇനി ജേണൽ എൻട്രി എഴുതുക. ഡെബിറ്റിൽ കൂടുതൽ വരുന്നത് ബിക്കാണ്. അതുകൊണ്ട് തന്നെ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 100 ടു എസ് ക്യാപിറ്റൽ. എയുടെ ക്യാപിറ്റൽ ക്രെഡിറ്റിലാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ എയുടെ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുക ടു എസ് ക്യാപിറ്റൽ 100. അപ്പോൾ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 100 ടു എസ് ക്യാപിറ്റൽ 100. ഇനി അടുത്ത ഫോർത്ത് ഇല്ലുസ്ട്രേഷൻ. A and B are partners in a firm sharing profits in 2:1. Their opening capitals in the previous year were rupees 50,000 and rupees 40,000 respectively. At the time of preparing capital accounts of partners, interest on capitals were provided at the rate of 6% instead of 10%. Interest on drawings of rupees 200 and 100 were also not recorded. You are required to rectify the mistake by giving a journal entry. ഇപ്പോൾ ഇവിടെ 2 മിസ്റ്റേക്കുകളുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എഴുതുമ്പോഴും മിസ്റ്റേക്ക് ഉണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എഴുതാൻ വേണ്ടി മറന്നുപോയി എന്നാണ് പറയുന്നത്. തീരെ എഴുതിയിട്ടില്ല. പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എഴുതിയിട്ടുണ്ട്. ഇറ്റ് വെർ പ്രൊവൈഡഡ് അറ്റ് ദി റേറ്റ് ഓഫ് 6%. 6% കൊടുത്തിട്ടുണ്ട്. പക്ഷേ കൊടുക്കേണ്ടിയിരുന്നത് 10%. അപ്പോൾ 6% കൊടുത്തിട്ടുണ്ട്. കൊടുക്കേണ്ടിയിരുന്നത് 10% എന്ന് പറഞ്ഞാൽ 4% കുറവാണ് കൊടുത്തത്. 6% കൊടുത്തിട്ടുള്ളൂ. പക്ഷെ 10 കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഡിഫറൻസ് വരുന്ന 4% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇപ്പോഴും പാർട്ട്നേഴ്സിന് കൊടുക്കുകയും വേണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് നിന്ന് 200 രൂപ വാങ്ങിക്കുകയും വേണം. ഇപ്പോൾ 2 അഡ്ജസ്റ്റ്മെൻറ്റുകൾ നമ്മളിവിടെ വരുത്താനുണ്ട്. നമുക്ക് നോക്കാം. ടേബിൾ ഷോയിങ് അഡ്ജസ്റ്റ്മെൻറ്റ് നേരത്തെ വരച്ചതുപോലെ പർട്ടിക്കുലേഴ്സ് കോളം എക്ക് ഡെബിറ്റ് ക്രെഡിറ്റ്, ബിക്കും അതുപോലെ ഡെബിറ്റ് ക്രെഡിറ്റ്, ഫേമിന് ഒരു കോളം. ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് കൊടുക്കുന്നതായിട്ട് കാണിക്കുക. 4% എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ എക്ക് വരുന്നത് 50,000 ടു 4/100 2,000. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്ന സമയത്ത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ 50,000 ടു 4/100 2,000 എയുടെ ക്രെഡിറ്റ് കോളത്തിൽ കാണിക്കും. ബിയുടെ ക്രെഡിറ്റ് കോളത്തിൽ കാണിക്കുക 40,000 ടു 4/100 1,600. അപ്പോൾ പാർട്ട്നേഴ്സിന് 4% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുമ്പോൾ മൊത്തം 3,600 രൂപ ഫേമിന് നഷ്ടം വന്നു. ഇനി ഈ നഷ്ടം പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഈ നഷ്ടം മാത്രമല്ല, ഇനി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൂടിയുണ്ട്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കഴിച്ചിട്ട് നമുക്ക് ലാസ്റ്റിൽ ഡിവൈഡ് ചെയ്യാം, ലാഭമായാലും നഷ്ടമായാലും. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പാർട്ട്നേഴ്സിന് എടുക്കുന്ന ചാർജ് ചെയ്യണമായിരുന്നു. അത് എഴുതിയിട്ടില്ല എന്നാണ് പറയുന്നത്. എഴുതാൻ മറന്നുപോയി. അപ്പോൾ എഴുതാൻ മറന്നുപോയാൽ ഇപ്പോഴും എഴുതുക. നമുക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഏത് സൈഡായിരുന്നു? യെസ്, ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റാണ്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് 200 എയുടെയും ബിയുടെയും ഡെബിറ്റ് സൈഡ് 100. അപ്പോൾ 300 റുപ്പീസ് അത് പാർട്ട്നേഴ്സ് ബിസിനസ്സിലേക്ക് തരുന്ന എമൗണ്ടാണ്. അപ്പോൾ പാർട്ട്നേഴ്സ് ബിസിനസ്സിലേക്ക് തരേണ്ട എമൗണ്ടാണ് 300 റുപ്പീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ് സംബന്ധിച്ചിടത്തോളം അതൊരു ലാഭമാണ്. അപ്പോൾ നേരത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നഷ്ടം വന്നു 3,600 രൂപ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് പാർട്ട്നേഴ്സിന് ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാഭം വന്നു 300 രൂപ. അപ്പോൾ നെറ്റ് സംഭവിച്ചിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് 3,600 നഷ്ടവും 300 രൂപ ലാഭവും കിഴിക്കുമ്പോൾ നമുക്ക് ഡിഫറൻസ് ആയിട്ട് വരുന്നത് 3,300 രൂപ നഷ്ടമാണ് വരിക. നെറ്റ് ലോസാണ് വരുന്നത്. ഈ നെറ്റ് ലോസ് പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഡിവൈഡ് ചെയ്യാം.
ഷെയർ ഓഫ് ലോസ്. 2:1 ആണ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പോൾ എക്ക് കിട്ടുന്നത് 3,300 ഇൻറ്റു 2/3. ബിയുടെ വരുന്നത് 3,300 ഇൻറ്റു 1/3. അപ്പോൾ ഷെയർ ഓഫ് ലോസ് ആയതുകൊണ്ട് തന്നെ അത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ എയുടെ ഡെബിറ്റ് കോളത്തിൽ കാണിക്കുക 2,200, 3,300 ഇൻറ്റു 2/3. ബിയുടേത് അതുപോലെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക, ഡെബിറ്റ് കോളത്തിൽ കാണിക്കുക 3,300 ഇൻറ്റു 1/3, ദാറ്റ് ഈസ് 1,100. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് 2 അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. അതിൽ ആ 2 അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ ബിസിനസ്സിന് കിട്ടിയ ലാഭമോ നഷ്ടമോ വല്ലതും ഉണ്ടെങ്കിൽ അതും നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി കോളംസ് ടോട്ടൽ ചെയ്യാം. അപ്പോൾ എയുടെ ഡെബിറ്റ് കോളം വരുന്നത് 2,400, ക്രെഡിറ്റ് കോളം വരുന്നത് 2,000. അപ്പോൾ എക്സ്ട്രാ വരുന്നത് ഡെബിറ്റിലാണ് 400 റുപ്പി, അത് ഡെബിറ്റിൽ തന്നെ രേഖപ്പെടുത്തുക, താഴെയായിട്ട് 400 റുപ്പി കാണിക്കുക. ഇനി ബിയുടേത് ടോട്ടൽ ചെയ്യുമ്പോൾ ഡെബിറ്റിൽ വരുന്നത് 1,200, ക്രെഡിറ്റിൽ വരുന്നത് 1,600. അപ്പോൾ കൂടുതലായിട്ട് വരുന്നത് ക്രെഡിറ്റിലാണ്. അപ്പോൾ ക്രെഡിറ്റിൽ 400 റുപ്പീസ് കൂടുതൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത് ക്രെഡിറ്റ് കോളത്തിൻ്റെ താഴെ എഴുതുക 400. അപ്പം ഡെബിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് എന്ന് പറയുന്നത് എയുടെ അക്കൗണ്ടിലാണ് ഡെബിറ്റിൽ കൂടുതൽ വന്നത് 400 രൂപ. അപ്പോൾ ജേണൽ എൻട്രി ആയിട്ട് വരുന്നത് എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 400 ടു ബീസ് ക്യാപിറ്റൽ 400. ബിയുടെ ക്യാപിറ്റൽ ക്രെഡിറ്റിലാണ് കൂടുതൽ വന്നത് 400, അതുകൊണ്ട് തന്നെ ടു ബീസ് ക്യാപിറ്റൽ 400 കാണിക്കാം. അടുത്തത് എ, ബി ആൻഡ് സി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ഇൻ 3:2:1. Their opening capitals in the previous year were rupees 60,000, 50,000 and rupees 40,000 respectively. The following errors were noticed after preparing final accounts for the year 2019. First, the partners were entitled to interest on capital at the rate of 5% per annum. Interest on drawings was to be charged rupees 500, 250 and rupees 150 respectively. Last year's profit of rupees 12,000 were distributed equally. Rectify the above errors by passing a single journal entry. അപ്പോൾ 3 മിസ്റ്റേക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5% കൊടുക്കണം, പക്ഷെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പം നമ്മൾ 5% പാർട്ട്നേഴ്സിന് ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലായിട്ട് കൊടുക്കുക. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് സൈഡാണ് വരിക? യെസ്, ക്രെഡിറ്റ് സൈഡിലാണ് വരിക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയിട്ട് 500, 250, 150 ചാർജ് ചെയ്യണം. അപ്പോൾ അത് ഏത് സൈഡിലാണ് വരിക? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, യെസ്, ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. പിന്നെ വരുന്നത് ലാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റ് ഓഫ് 12,000 വേർ ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി. ലാസ്റ്റ് ഇയർ എല്ലാം കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് 12,000 രൂപയാണ് ലാഭം കിട്ടിയത്. ഈ 12,000 രൂപ എന്ന് പറഞ്ഞാൽ ഈക്വലായിട്ടാണ് നമ്മൾ കൊടുത്തു പോയത്, പക്ഷെ കൊടുക്കേണ്ടിയിരുന്നത് 3:2:1 ആണ്. അവരുടെ യഥാർത്ഥ റേഷ്യോ 3:2:1 ആണ്. പക്ഷേ ലാഭം ഡിവൈഡ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് പറ്റിപ്പോയി, ഈക്വലായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ലാഭം ഡിവൈഡ് ചെയ്യുമ്പോൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു പോയി എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈക്വലായിട്ട് ആ ഡിവൈഡ് ചെയ്തിട്ട് നേരത്തെ കൊടുത്തിരിക്കുന്ന ലാഭം അവരുടെ അടുത്ത് നിന്ന് തിരിച്ചു വാങ്ങിക്കുക. അതേ റേഷ്യോയിൽ ഈക്വലായിട്ട് കൊടുത്തിട്ടുണ്ട്, അതേ റേഷ്യോയിൽ ഈക്വലായിട്ട് പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു വാങ്ങിക്കുക. എന്നിട്ട് ലാസ്റ്റിൽ ഈ 3 ചേർത്തിട്ട് നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കുക, അത് ന്യൂ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് നോക്കാം, പ്രോബ്ലത്തിന് ആൻസറിലേക്ക് കിടക്കാം. ഇവിടെ 3 പാർട്ട്നേഴ്സ് ഉണ്ട്. ഇപ്പോൾ 3 പാർട്ട്നേഴ്സിനും ഡെബിറ്റ് ക്രെഡിറ്റ് കോളം വീതം പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ആദ്യം പർട്ടിക്കുലേഴ്സ് കോളം എക്ക് ഡെബിറ്റ് ക്രെഡിറ്റ്, ബി ഡെബിറ്റ് ക്രെഡിറ്റ്, സി ഡെബിറ്റ് ക്രെഡിറ്റ്, ഫേമിന് ഒരു കോളം. ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പാർട്ട്നേഴ്സിന് തീരെ കൊടുത്തിട്ടില്ല, പക്ഷേ 5% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കണം. നമുക്കറിയാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരണം. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ 5% വീതം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുമ്പോൾ ക്യാപിറ്റലിൻ്റെ മുകളിൽ 5% കണക്കാക്കുമ്പോൾ എയുടേത് 3,000, ബിയുടേത് 2,500, സിയുടേത് 2,000. അപ്പോൾ ഇത് സ്ഥാപനം, ബിസിനസ് അല്ലെങ്കിൽ ഫേം പാർട്ട്നേഴ്സിന് കൊടുക്കുന്നതാണ്. അപ്പോൾ ഫേം പാർട്ട്നേഴ്സിന് കൊടുക്കുമ്പോൾ ഫേമിന് നഷ്ടമുണ്ടായി 7,500 രൂപ. ഇനി അടുത്ത് രണ്ടാമത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് സ്ഥാപനത്തിന് തരേണ്ടതാണ്, ഫേമിന് തരേണ്ടതാണ്. അപ്പോൾ ഫേമിനെ സംബന്ധിച്ചിടത്തോളം അത് ലാഭമാണ്, അത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നതായിട്ടാണ്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എയുടെ ഡെബിറ്റ് കോളത്തിൽ രേഖപ്പെടുത്തുക 500, ബിയുടെ ഡെബിറ്റ് കോളത്തിൽ രേഖപ്പെടുത്തുക 250, സിയുടെ ഡെബിറ്റ് കോളത്തിൽ രേഖപ്പെടുത്തുക 150. ഇപ്പോൾ ടോട്ടൽ ബിസിനസ്സിന് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് 900 റുപ്പീസാണ്.
അതുകൊണ്ടാണ് +900 എന്ന് കാണിച്ചത്. ഇനി നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ വർഷം ഈക്വലായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഏത് സൈഡിലായിരുന്നു കാണിക്കുക? യെസ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡാണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് കൊടുക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൊടുക്കുക. ആ കൊടുത്തിരിക്കുന്ന നെറ്റ് പ്രോഫിറ്റ് അവരുടെ നിന്ന് തിരിച്ചു വാങ്ങിക്കുന്നതായിട്ട് കാണിക്കുക. ഇപ്പോൾ തിരിച്ചു വാങ്ങിക്കുമ്പോൾ ഡെബിറ്റ് സൈഡിൽ വേണം കാണിക്കാൻ വേണ്ടി. നെറ്റ് പ്രോഫിറ്റ് ഷെയർ ഓഫ് പ്രോഫിറ്റ് കൊടുക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡും അവരുടെ നിന്ന് തിരിച്ചു വാങ്ങിക്കുമ്പോൾ ഡെബിറ്റ് സൈഡിലേക്കും കാണിക്കുക. അപ്പം 12,000 റുപ്പി ഈക്വലായിട്ട് അവരുടെ നിന്ന് തിരിച്ചു വാങ്ങിക്കുമ്പോൾ 4,000 12,000 റുപ്പി നമുക്ക് ലാഭം കിട്ടി. അവർക്ക് നിന്ന് തിരിച്ചു വാങ്ങിക്കുമ്പോൾ അത്രയും പൈസ ബിസിനസ്സിന് ലാഭമാണ്. അപ്പോൾ തിരിച്ച് വാങ്ങിക്കുന്നത് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാറിപ്പോയതുകൊണ്ടാണ്. അപ്പോൾ കൊടുത്തിരിക്കുന്ന പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വലി എന്ന് പറയുന്ന അതേ അനുപാതത്തിൽ അവർക്ക് നിന്ന് തിരിച്ചു വാങ്ങിക്കുക, എന്നിട്ട് ന്യൂ റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ അവർക്ക് നിന്ന് 12,000 രൂപ തിരിച്ചു വാങ്ങിക്കുമ്പോൾ ബിസിനസ്സിന് അത്രയും പ്രോഫിറ്റ് ബിസിനസ്സിൻ്റെ കയ്യിൽ കിട്ടി. ഇനി ഇതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്, ലോസ് എത്രയാണെന്ന് നോക്കുമ്പോൾ ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രകാരം നമുക്ക് 7,500 രൂപ നഷ്ടം വന്നു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വക 900 രൂപ നമുക്ക് ലാഭം കിട്ടി. നെറ്റ് പ്രോഫിറ്റ് അവർക്ക് നിന്ന് തിരിച്ചു വാങ്ങിച്ച വക 12,000 രൂപ ലാഭം കിട്ടി. അങ്ങനെ ടോട്ടൽ ലാഭം എന്ന് പറയുന്നത് 12,900 രൂപയാണ്. നഷ്ടം എന്ന് പറയുന്നത് 7,500. അപ്പോൾ 12,900 മൈനസ് 7,500 5,400 രൂപയാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ 3 ഇടപാടുകളും ഈ 3 മിസ്റ്റേക്കുകളും കറക്റ്റ് ചെയ്യുമ്പോൾ സ്ഥാപനത്തിനുണ്ടാകുന്ന നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 5,400 രൂപയാണ്. ഈ 5,400 രൂപ എന്ന് പറയുന്നത് 3 പാർട്ട്നേഴ്സിനായിട്ട് ഡിവൈഡ് ചെയ്യുക പ്രോഫിറ്റാണ്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് വരേണ്ടത്. ഷെയർ ഓഫ് പ്രോഫിറ്റ് 3:2:1 5,400 3:2:1 ഡിവൈഡ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക 2,700 1,800 900. ഇനി എയുടെ ഡെബിറ്റും ക്രെഡിറ്റും ടോട്ടൽ ചെയ്യുക. എയുടെ ഡെബിറ്റിൽ വരുന്നത് 4,500, ക്രെഡിറ്റിൽ വരുന്നത് 5,700. അപ്പോൾ ക്രെഡിറ്റിലാണ് കൂടുതൽ വരുന്നത്, 1,200 റുപ്പീസ് കൂടുതൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് എമൗണ്ടിൻ്റെ നേരെ താഴെ 1,200 കാണിക്കുക. ബിയുടേത് ഡെബിറ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ 4,250, ക്രെഡിറ്റ് വരുന്നത് 4,300. ഇപ്പോൾ ബിയുടേത് 50 രൂപ കൂടുതൽ വരുന്നത് ക്രെഡിറ്റിലാണ്. ഇനി സിയുടേത് ഡെബിറ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ 4,150, ക്രെഡിറ്റ് ടോട്ടൽ ചെയ്യുമ്പോൾ 2,900. ഇപ്പോൾ 1,250 ഡെബിറ്റിലാണ് കൂടുതൽ വരുന്നത്. ഇപ്പോൾ ഡെബിറ്റിന് താഴെ രേഖപ്പെടുത്തുക 1,250. ഇനി ഡെബിറ്റ് ചെയ്യേണ്ടത് ജേണൽ എൻട്രിയിൽ ആദ്യം എഴുതുക, ക്രെഡിറ്റ് ചെയ്യേണ്ടത് പിന്നെ എഴുതുക. ഇപ്പോൾ എയുടെ ക്രെഡിറ്റാണ്, ബിയുടെയും ക്രെഡിറ്റാണ്, സിയുടെ മാത്രമാണ് ഡെബിറ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഡെബിറ്റിൽ കൂടുതൽ വരുന്ന സിയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് 1,250 ആദ്യം ജേണൽ എൻട്രിയിൽ രേഖപ്പെടുത്തുക. സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ 1,250 ടു എസ് ക്യാപിറ്റൽ 1,200. എയുടെ ക്രെഡിറ്റാണ് കൂടുതൽ 1,200 ടു ബീസ് ക്യാപിറ്റൽ 50 റുപ്പി. ബിയുടെ ക്യാപിറ്റൽ കൂടുതൽ വരുന്നത് 50 റുപ്പിയാണ്. ഇപ്പോൾ ജേണൽ എൻട്രിയിൽ സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ 1,250 ടു എസ് ക്യാപിറ്റൽ 1,200 ടു ബീസ് ക്യാപിറ്റൽ 50 റുപ്പി. അടുത്തത് 2 അസൈൻമെൻറ്റുകൾ തന്നിട്ടുണ്ട്. ഈ 2 അസൈൻമെൻറ്റുകളുടെയും ആൻസറും തന്നിട്ടുണ്ട്. ആൻസറായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക. ഇതോടുകൂടി ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്നുള്ള ഈ ഒരു ടോപ്പിക്കോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.